അപ്പോൾ സോണി അതായത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഡിവൈസുകൾ, ഇലക്ട്രോണിക് ഡിവൈസുകൾ ഇറക്കുന്നതിൽ ഭയങ്കര മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് സോണി. അപ്പോൾ കുറേ കാലങ്ങൾക്ക് മുന്നേ അവരൊരു ഹെഡ്സെറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഹെഡ്സെറ്റ് കംപ്ലീറ്റ്ലി വാട്ടർ റെസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ചുമ്മാ വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ IP റേറ്റിംഗ് ഉണ്ടെന്നല്ല, അവർ കംപ്ലീറ്റ്ലി വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയിരുന്നത്. അപ്പോൾ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചുമ്മാ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് ഇറക്കുക മാത്രമല്ല അവർ ചെയ്തിരുന്നത്. സോണിയുടെ ആ ഒരു പ്രോഡക്റ്റ് അവർ വിറ്റിരുന്നത് ഒരു പാത്രം വെള്ളത്തിനകത്ത്, ദാറ്റ് മീൻസ് ഇതിൻ്റെ കണ്ടെയ്നർ എന്ന് പറയുന്നത് ചുമ്മാ ഒരു പ്ലാസ്റ്റിക് ബോക്സോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സോ ഒന്നും ആയിരുന്നില്ല. ഒരു ഗ്ലാസ് വാട്ടറിനകത്ത്, ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് വാട്ടർ നിറച്ചിട്ട് അതിനകത്ത് ഈ ഡിവൈസ് ഇട്ടിട്ട് അടച്ചിട്ടാണ് സീൽഡായിട്ട് അവർ വിറ്റിരുന്നത്. ദാറ്റ് മീൻസ് അവരുടെ പ്രൊഡക്റ്റ്, ആ സോണിയുടെ ഹെഡ്ഫോൺ കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് ആണെന്നുള്ളത്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നുള്ളത് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പകരം വെക്കാനില്ലാത്തൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് സ്റ്റേ ട്യൂൺ.